ഞാൻ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങള് പറയാം. അത് നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഒരു ധാരണ വേണം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതെന്താണ്? ഇഫ് സാത്താൻ്റെ സിസ്റ്റം, if it will work automatically, penetrate to us, and it will hijack our thought process, and it will deviate us and our activities and our track from godly way of doing. അങ്ങനൊക്കെ സാത്താൻ ചെയ്യുമെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫ് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ദൈവത്തിൻ്റെ ട്രാക്കിലാകണമെങ്കിൽ നമ്മൾ യേശുവിനെ ശരിക്കും വിളിച്ചു വരുത്തി യേശുവിനെ കേട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയിൽ നിറവിൽ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പൊ അതിന് ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. നമ്മൾ തീരുമാനിക്കണം അതും വേണോ വേണ്ട എന്ന്. നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെയും പറയാം, വി ആർ കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. നമ്മുടെ ഫ്ലഷ് ഉണ്ട്, നമ്മുടെ സോൾ ഉണ്ട്, നമ്മുടെ സ്പിരിറ്റ് ഉണ്ട്. അപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധം നമുക്ക് വേണം ട്ടോ. ഈ കാര്യത്തിൽ നമ്മൾ സെൻസ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നല്ല ഒരു ധാരണ നമുക്ക് വേണം. അതായത് എൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സോളിൻ്റെ തീരുമാനാ. അതായത് ഞാനെന്ന് പറയുന്ന ആള് ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ആത്മാവ്, അത് ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും ദൈവത്തിന് വേണ്ടി എൻ്റെ ലൈഫ് കൊടുക്കുകയും ചെയ്ത നിമിഷം മുതല് എൻ്റെ ആ സ്പിരിറ്റിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ സ്പിരിറ്റുമായി വന്ന് മിങ്കിള് ചെയ്തിട്ടാണ് അതങ്ങ് പോകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ സ്പിരിറ്റുമായിട്ട് മെർജ് ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ ഈ ജഡത്തിലാ വസിക്കുമ്പോൾ ഈ ജഡത്തിൻ്റെതായ ചിന്ത, എൻ്റെ സാധാരണ ചിന്ത ജഡത്തിൻ്റെ ചിന്തകളാ. ഐ മീൻ സാധാരണ ചിന്ത എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ അതായത് ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കാതെ ഞാനിങ്ങനെ ആലോചിക്കാന്ന് വെച്ചോ. ഓക്കെ, അതിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനൊക്കെ പറയുന്ന സാധനം ജഡത്തിൻ്റെ ചിന്തയാണ്. ആ ചിന്ത ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ ചിന്തയായിട്ട് ചേർന്ന് പോവില്ല. അതങ്ങനെയാ ബൈബിളിൽ എഴുതിയേക്കണേ. അത് ബിബ്ലിക്കൽ സത്യമാണ്, ട്രൂത്താണ്. അത് മാറൂല. നമ്മൾ ഭയങ്കര ആലോചിച്ചൊക്കെ ആയിരിക്കും ചെയ്യണേ. അവിടുന്ന് അങ്ങോട്ട് പോകണം, അതിനുശേഷം ഇത് നടക്കണം, ഇത് ചെയ്യണം. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ ആ ശലോമോൻ പറഞ്ഞ ആ വാക്കും പൗലോസൊക്കെ പഠിപ്പിക്കുന്ന സിസ്റ്റമൊക്കെ ആയിട്ട് ഘടകവിരുദ്ധമായി. അതായത് എനിക്ക് തന്നെ എൻ്റെ ആ ചിന്ത ശരിയാണ്, എൻ്റെ ബുദ്ധിയിലാണ് പിന്നെ ഞാൻ ആശ്രയിക്കുന്നത്. അങ്ങനെ ബുദ്ധിയിൽ ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ സിസ്റ്റത്തിന് വിപരീതമാണ്. അപ്പൊ പിന്നെ എൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? അതാ ഞാൻ പറയാൻ വന്നത്. അതായത് എൻ്റെ ചിന്ത എന്ന് പറയുന്നത് എൻ്റെ സോളിൻ്റെ ചിന്തയാണ്. എൻ്റെ സോളിനകത്താണ് എൻ്റെ ഹൃദയവും എൻ്റെ ഡിസിഷൻസും എൻ്റെ ഇതൊക്കെ ഇരിക്കുന്നത്. പക്ഷെ ഈ സോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഘടകം, ഒന്ന് ഫ്ലഷും ഉണ്ട്, ഒന്ന് സ്പിരിറ്റും ഉണ്ട്. സോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, എൻ്റെ ചിന്തകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഘടകമുണ്ട്. ഒന്ന് ഫ്ലഷുണ്ട്, ഒന്ന് സ്പിരിറ്റുണ്ട്. അപ്പോൾ
യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കുവാണെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ ഇടിച്ചു കയറി നമ്മളുടെ ഇൻവിറ്റേഷൻ ഒന്നും കൂടാതെ നമ്മുടെ ലൈഫിലോട്ട് നമ്മളുടെ ഇടിച്ചു കയറി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളെ ഫ്ലെഷിനെ ഡിപ്പെൻഡ് ചെയ്യിപ്പിച്ച, ഫ്ലെഷിനെ നറീഷ് ചെയ്യിപ്പിച്ച ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളാണ് നമ്മുടെ ചിന്താഗതിയിൽ മൊത്തം വന്നുകൊണ്ടിരിക്കുക. ആ ചിന്ത അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഈ ഒരു ബോധ്യമില്ലെങ്കിൽ, അതായത് യേശുവിനെ നമ്മുടെ ലൈഫിലോട്ടാണെങ്കിൽ നമ്മൾ ശരിക്കും വിളിച്ചു കയറ്റി ശരിക്കും യേശുവിനോട് ഓരോ കാര്യത്തെക്കുറിച്ചും ഡിസ്കസ് ചെയ്ത് ഓരോ കാര്യത്തെക്കുറിച്ചും ചോദിച്ചാൽ മാത്രമല്ല യേശുവിനെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ, യേശുവെ അങ്ങ് എനിക്കിത് ചെയ്തു തരണം, അത് അങ്ങയുടെ ഇഷ്ടമാ നടക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ലോർഡ്സ് പ്രയറിന്റെ പ്രസക്തി അവിടെയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കുവാണ്, എൻ്റെ ലൈഫ് കൊണ്ട്, എന്നെ ഏൽപ്പിച്ച കാര്യം കൊണ്ട് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. പിന്നെ എൻ്റെ ലൈഫ് വെറും ഒരു ലൈഫല്ല. എൻ്റെ ലൈഫ് കിങ്ഡം പ്രിൻസിപ്പിളിൽ ദൈവരാജ്യമായിരിക്കണം എൻ്റെ ലൈഫ്. എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ, ദൈവരാജ്യത്തിലെ ദൂതന്മാർ ചെയ്തെടുക്കുന്നത്, സ്വർഗത്തിൻ്റെ കവാടം തുറന്നിരിക്കുന്നത്, ദൈവ അനുഗ്രഹങ്ങളാൽ നിറയപ്പെട്ടതായിരിക്കണം എൻ്റെ ജീവിതം. മാത്രമല്ല, ഞാൻ ചെയ്യുന്നതെല്ലാം അല്ലെങ്കിൽ എല്ലാ കാര്യവും സ്വർഗത്തിലെ ഒരു ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടമായിരിക്കണം ഞാൻ ചെയ്യേണ്ടത്. അതിന് ദൈവമേ എന്തൊക്കെ ആവശ്യമുണ്ടോ അതിന് മൊത്തം എന്നെ സഹായിക്കണമേ. മാത്രമല്ല, ഈ ദുഷ്ടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അതുപോലെ തന്നെ യേശുവേ അങ്ങയുടെ സ്വഭാവം എനിക്ക് തരണം. ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ഇന്നവേ പറയുന്നത് നമുക്ക് യേശുവിൻ്റെ സ്വഭാവം വേണം. യേശുവിനോട് അനുരൂപരായിരിക്കണം. അപ്പോൾ ഒരു യേശുവിൻ്റെ ഒരു സ്മോൾ ഒരു വെർഷൻ ആയിരിക്കണം നമ്മുടെ ആക്ടിവിറ്റീസ് യേശു ചെയ്യുന്നത് പോലെ. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലോർഡ്സ് പ്രയറിൻ്റെ സാധനം. പക്ഷെ അതിന് നമ്മളെ പ്രാപ്തമാക്കുന്നത് നമ്മുടെ സോളിലെ നമ്മുടെ ഡിസിഷനാണ്. അതേസമയം തന്നെ ഈ സോളാണെങ്കിൽ ഫ്ലഷിൽ നിന്നുള്ള ഡിസിഷനും സ്പിരിറ്റിൽ നിന്നുള്ള ഡിസിഷനും വിധേയമാണ്. അപ്പോൾ നമ്മളപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഫണ്ടമെന്റലി ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. സാത്താനികമായിട്ട്, അതായത് നമ്മൾ ഉണ്ടായ സമയത്ത് നമ്മൾ പ്യുവറാണ്. നമ്മളിൽ ഈ എല്ലാ സാത്താനികമായ സ്വഭാവവും കാര്യങ്ങളും ജഡത്തിൻ്റെതായ ഇൻട്രസ്റ്റുകൾ ഒക്കെ കയറിയത് നമ്മൾ ഉണ്ടായി. പിന്നെ പയ്യെ സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്ത് കയറ്റിയതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന സമയത്ത് നമ്മളെല്ലാം ദൈവികമായിട്ട് ചിന്തിക്കുകയും ദൈവികമായ കാര്യങ്ങൾക്ക് നമുക്ക് താല്പര്യം തോന്നുകയും ചെയ്യും. അതൊക്കെ ആ സമയത്ത്, അതായത് ദൈവത്തിൻ്റെതായ സന്നിധിയിലിരിക്കുമ്പോൾ, ആത്മീയ അന്തരീക്ഷത്തിലിരിക്കും. പക്ഷേ ഈ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ജഡത്തിൻ്റെതായ ഇൻഫ്ലുവൻസിൽ പോവുകയും നമ്മൾ ചുമ്മാ നമ്മുടെ സമയം റീൽസ് കാണാനും അല്ലെങ്കിൽ അത് ഇത് എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ ഈ സോളിനെ ഫ്ലഷ് ഇൻഫ്ലുവൻസ് ചെയ്ത് ജഡത്തിലാണ് പിന്നെ നമ്മൾ നടക്കുന്നത്. ഇതൊരു ഫണ്ടമെൻ്റൽ ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ ഇത് ശരിക്കും വരച്ചു കാട്ടുകയാണ്. നമ്മൾ ഇങ്ങനെ പോയാൽ, അതായത് ഈ ജഡത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിയോ ദൈവത്തിൻ്റെ കാര്യമൊന്നും നടക്കത്തില്ല. അവിടെ പറയുന്നതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് 5-ാം വാക്യം, അന്യന്മാരുടെ ശബ്ദം അറിയായിക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടോടിപ്പോകും. അപ്പോൾ
ഇത്രയും നാള് ഫുൾ ടൈം നമ്മൾ എന്ത് കാര്യം തീരുമാനിക്കണമെങ്കിലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സാത്താനികമായ നമ്മുടെ ജഡത്തിന്റെ ചിന്ത എന്നുള്ളൊരു സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുന്നത് മാറ്റി നമ്മൾ മുഴുവൻ സമയവും യേശുവിനെ കേൾക്കുകയും യേശുവിന്റെ ഹോളി സ്പിരിറ്റിനോട് എന്ത് കാര്യം വന്നാലും ഹോളി സ്പിരിറ്റിനോട് ചോദിച്ചു ഹോളി സ്പിരിറ്റിന്റെ ഇഷ്ടം ചെയ്യാൻ പാകത്തിന് നമ്മൾ ഹോളി സ്പിരിറ്റിനെ കേൾക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് നമ്മൾ വരേണ്ടത്. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകരുത്. കാരണം വെച്ചാൽ നമ്മൾ നിശ്ചയിക്കും. അതായത് നമ്മുടെ സോൾ നിശ്ചയിക്കും. എന്റെ തീരുമാനം അനുസരിച്ച് മാത്രമേ അത് നടക്കുള്ളൂ. കാരണം യേശു ഇടിച്ചു കയറി വരൂല. എന്റെ സോൾ നിശ്ചയിക്കുകയാണ് എനിക്ക് യേശുവിനെ വേണം. യേശു എൻ്റെ ജീവിതത്തിൽ വന്നേ പറ്റൂ എന്ന് മാത്രമല്ല, യേശു എന്നോട് സംസാരിച്ചേ പറ്റൂ എന്ന് മാത്രമല്ല, യേശു പ്ലാൻ ചെയ്ത കാര്യം മുഴുവൻ നടത്തി നൽകണമേ, അത് ചെയ്ത് തന്നേ പറ്റൂ എന്ന് നമ്മൾ വിശ്വാസത്തോടെ യേശുവിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ് യേശു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. അതല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നത് മൊത്തം മറ്റവൻ്റെ പണിയാണ്. നെഗറ്റീവ് ഗ്രോത്തേ നടക്കുള്ളൂ ഓട്ടോമാറ്റിക്കായിട്ട്. പോസിറ്റീവ് ഗ്രോത്ത് നമ്മുടെ ഇൻറ്റൻഷൻ ഇല്ലാതെ, നമ്മുടെ വ്യക്തമായ ഇൻവിറ്റേഷൻ ഇല്ലാതെ ദൈവം ചെയ്തു തരൂല. ദൈവത്തിന് വേണ്ടിയുള്ള ചില അത്ഭുതങ്ങളോ വല്ല സാധനങ്ങളോ വല്ലതും ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ വല്ല അത്ഭുതം വല്ല സംഭവങ്ങൾ നമ്മൾ അറിയാതെ വല്ലതും ചെയ്തതല്ലാതെ അതൊഴിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഇസ്രായേൽ മക്കളെ ചെങ്കടലൊക്കെ പിളർത്തി ആ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ച ആ ഒരു കാര്യമൊക്കെ അറിയാലോ. അപ്പൊ അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ രക്ഷിക്കാൻ തന്നെ കാരണം ഈവൻ മോശേനെ തന്നെ വിളിക്കാൻ കാരണം ഇസ്രായേൽ മക്കളുടെ നിലവിളിയാന്നാ പറയുന്നത്. ഞാൻ അവരുടെ നിലവിളി കേട്ടു കണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ നിലവിളി ഇല്ലെങ്കിൽ അവിടുന്ന് പോകൂല. അപ്പൊ നിലവിളിയാണ് മോശയോട് പറയുമ്പം മോശേനെ ആ സമയത്ത് വിളിച്ച് അപ്പോയിന്റ് ചെയ്ത് ആക്കിയത് ഈ ഇസ്രായേൽ മക്കളുടെ നിലവിളിയാ ഇന്നവേ. അവരത്ര ബുദ്ധിമുട്ടി. അപ്പോ ഈ 91 സങ്കീർത്തനത്തിൽ പറയുന്നത് എന്താ? അവൻ എന്നോട് പറ്റിയിരിക്കാൻ ബിക്കോസ് ഹി ഹാസ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ ഐ വിൽ ഡെലിവർ ഹിം. ബിക്കോസ് ഹി ഹാസ് നോൺ മൈ നെയിം ഐ വിൽ എക്സാൾട്ട് ഹിം. അപ്പോ ആൻഡ് ഹി വിൽ കോൾ അപ്പോൺ മീ ഐ വിൽ ആൻസർ ഹിം. ഐ വിൽ ഓണർ ഹിം. അപ്പോ നമ്മൾ ഏത് സമയത്തും അപ്പം അതിനകത്ത് ഈ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നതിന്റെ ഒരു എസൻസ് ആ വാക്യങ്ങളിൽ ഇടപെടും. യേശുവിനോട് എനിക്കൊരു വിരോധമാണെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ, ഡിപ്പെൻഡ് ഇല്ലെങ്കിൽ യേശുവിനെ നമ്മൾ വിളിച്ചു കയറ്റുമോ? വിളിച്ചു കയറ്റത്തില്ല. വിളിച്ചു കയറ്റി ആ കാര്യത്തിൽ ഇടപെടിപ്പിക്കുമോ? യേശുവിനെ അത്ര കാരണം വെറും ഒരു വിളിച്ചു കയറ്റലല്ല, അവനാ ഇടയനായിട്ടാണ് വിളിച്ചു കയറ്റുന്നത്. എന്നിട്ട് എല്ലാ വിഷയവും അവൻ്റെ കയ്യിൽ കൊടുക്കുകയും അവനോട് ചോദിക്കുകയും ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു ഫ്രണ്ട് പോലാണ്, ഒരു തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പോലാണ് അത് പിന്നെ ആ ഒരു യാത്ര പോകുന്നത്. ജീസസ് വിൽ ടെൽ us what to do, how to do. അപ്പോഴൊക്കെയും ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രാക്ടിക്കൽ പോയിന്റ് എന്ന് വെച്ചാൽ വി ഷുഡ് നോട്ട് ക്രിയേറ്റ് എനി ബൗണ്ടറീസ് ഫോർ ജീസസ്. അതായത് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അതല്ല അതിൻ്റെ ഒരു രീതി ശരിക്കും പറഞ്ഞു. പകരം ജസ്റ്റ് ഓപ്പൺലി കം ടു ജീസസ്. ജീസസ് ഹി നോസ് വാട്ട് ഈസ് അവർ പ്രയോറിറ്റി. എന്താണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, എന്താണ് അർജന്റായിട്ട് ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ ആവശ്യം എന്നൊക്കെ ദൈവത്തിന് അറിയാം. അപ്പം ദൈവത്തോട് തന്നെ നമ്മൾ ദൈവമേ അങ്ങയുടെ ഇഷ്ടമുണ്ടല്ലോ, അതാണ് എൻ്റെ ജീവിതത്തിൽ വേണ്ടത്, അതിന് എന്തൊക്കെ കാര്യമാണ് എന്നെ പഠിപ്പിക്കണം. ഇപ്പോഴും ഒരു ടീച്ചബിൾ ആയിട്ടുള്ള ഒരു ഹൃദയവുമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലിരിക്കണം. ഈ ആറ്റിറ്റ്യൂഡൊക്കെ ദൈവം നോക്കും. എന്നിട്ട് ഞാൻ വളരെ വ്യക്തമായി പറയാം, നമ്മുടെ
ഇനിഷ്യേറ്റ് ചെയ്യുന്ന നമ്മുടെ ആ ഇനിഷ്യേഷൻ അനുസരിച്ചിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. കാരണം നമ്മൾ യേശുവിനെ വിളിച്ചു വരുത്തുകയും യേശുവിനെ ഈ കാര്യത്തിൽ ഇടപെടുവിക്കുകയും ഈ കാര്യത്തിൻ്റെ ഉത്തരം എനിക്ക് തന്നേ പറ്റൂ എന്ന് നമ്മൾ പറഞ്ഞ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വഴി നമ്മൾ മനസ്സിലാക്കുകയും ഇനി ആ വഴി എക്സിക്യൂട്ട് ചെയ്യാൻ ദൈവമേ എന്തോരം ആത്മാവിനെ വേണം, എന്തോരം പവർ വേണം, അത്രയും പവർ എനിക്ക്. അത് മാത്രമല്ല നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലോട്ട് ആ പവർ ഒഴുകണം. ഒരിക്കലും ഒരു ദേവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചത് കേട്ടു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആ 4 നദി ഒഴുകുന്ന സ്ഥലം പറയുമ്പോൾ അവിടെ പൊന്നുണ്ട്, മേൽത്തരമായ ചില കാര്യങ്ങളുണ്ട്. തോട്ടം നനയ്ക്കാൻ ഒരു നദി ഏതിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്നു പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു. അവിടെ ഗുൽഗുലുവും ഗോമേദകവുമുണ്ട്. രണ്ടാം നദിക്ക് ഷീഹോൻ എന്നു പേർ. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. മൂന്നാം നദിക്ക് ഹിദക്കേൽ എന്നു പേർ. അത് അശൂരിന് കിഴക്കോട്ടൊഴുകുന്നു. നാലാം നദി ഫ്രാത്ത് ആകുന്നു. അതായത് സാധാരണ അഗ്രികൾച്ചർ സിസ്റ്റത്തിന് വിപരീതമായിട്ടുള്ളൊരു വാക്കുകൾ ഇവിടെ എഴുതിയേക്കുന്നത്. നമുക്കറിയാം സിന്ധു നദീതട സംസ്കാരം, ഹാരപ്പ, മോഹൻജദാരോ അങ്ങനെയൊക്കെയുള്ള പല ഓൾഡായിട്ട് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഓരോ സിവിലൈസേഷൻ കാര്യങ്ങളൊക്കെ. ഇഫ് വി do any business or any land, if we search any land or look at any land near to the bed area of any certain river, അത് ഭയങ്കര ബലഭൂഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ? സിൻസ് there is a river and that particular land is beside that river, that land become fertile. അങ്ങനെയല്ലേ ആ ഒരു കൺസെപ്റ്റ് പോകുന്നത്. പക്ഷെ ഈ ബൈബിളിൽ പറയുന്നത് എന്താ? അങ്ങനെയല്ല. ബൈബിളിൽ പറയുന്നതെന്ന് വെച്ചാൽ ഏദൻ തോട്ടമായിരുന്നു ഏറ്റവും ഫലഭൂഷ്ടം, അല്ലെങ്കിൽ ദൈവം ഒരു ഐഡിയലായിട്ട് ക്രിയേറ്റ് ചെയ്ത തോട്ടമാണ്, അല്ലേ? ഏതെങ്കിലും നദി ഏദൻ തോട്ടത്തിന് അടുത്തുകൂടെ ഒഴുകിയിട്ട് ഏദൻ തോട്ടം ഉണ്ടാക്കിയതല്ല. പകരം ഇവിടെ എഴുതിയേക്കുന്നത് എങ്ങനെയാണ്? തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ്. അത് നമ്മൾ നമ്മുടെ പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ അവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി പുറപ്പെടും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിൽ നമ്മുടെ തീരുമാനത്തിനനുസരിച്ചിരിക്കും നമ്മുടെ അനുഗ്രഹം. പുറമേ നിന്ന് ആരും വന്നിട്ട് നനയ്ക്കില്ല. നമ്മുടെ ഉള്ളിൽ ദൈവത്തോട് ആത്മാവിനെ അധികമായി ചോദിച്ചു മേടിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന നദി അത് പല ആൾക്കാരിലോട്ട് ഒഴുകണം, പല ആക്ടിവിറ്റികളിലോട്ട് ഒഴുകണം, പല ദേശങ്ങളിലോട്ട് ഒഴുകണം, പല കാര്യങ്ങളിലോട്ട് ഒഴുകിയിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നാമത്തെ ആ ഒരു ശാഖ പോകുമ്പോൾ അവിടെ ഒരു കാര്യം ഉണ്ട്. ഒരു ആൾ പറഞ്ഞ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തപ്പോൾ ഞാൻ പറയാൻ വേണ്ടി ഞാനിത് വായിച്ചത്. ഒന്നാമത്തതിന് പീശോൻ എന്ന് പേർ. അത് ഹവീല ദേശമൊക്കെ ഉണ്ട്. അവിടെ പൊന്നുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞതാ, ഹവീല ദേശത്ത് പൊന്ന് പണ്ടേ ഉള്ളതാ. പക്ഷേ ആ പൊന്ന് തെളിഞ്ഞു വരുന്നത് ഈ നദി ഒഴുകിയപ്പോഴാണ്. അപ്പൊ അതിനകത്തൊരു ആത്മീയ മർമ്മം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മുടെ കാര്യത്തിൽ അനുഗ്രഹം ഉണ്ട്, അനുഗ്രഹം ദൈവം വെച്ചേക്കുന്ന. പക്ഷെ അനുഗ്രഹം തെളിഞ്ഞു വരണമെങ്കിൽ, അനുഗ്രഹം നമ്മുടേതായി തീരണമെങ്കിൽ
നമ്മളിലൂടെ നിന്ന് ആ ആത്മാവിന്റെ ശക്തി അത്രയും ഒഴുകി നമ്മൾ ആ പർട്ടിക്കുലർ കാര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ ദൂതന്മാരെ ഡിപ്ലോയ് ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ഒഴുക്ക് ആ വ്യക്തികളില് അത് തീരുമാനമെടുക്കുന്ന ആൾക്കാരിലൊക്കെ യെസ് ദൈവത്തിന്റെ വലിയ ഒഴുക്ക്, ദൈവത്തിന്റെ വലിയ ആത്മാവിന്റെ നദി ഒഴിപ്പിക്കണം. ബട്ട് ഹൂ വിൽ ഡിസൈഡ് ഇറ്റ്? ആക്ച്വലി ഇറ്റ് ഒറിജിനേറ്റ് ഫ്രം അവർ സോൾ. അതായത് നമ്മൾ ഫ്ലെഷിനെ നിന്ന് ഫീഡ് എടുത്തിട്ട് നമ്മുടെ സമയവും നമ്മുടെ ജീവിതവും ആയുസ്സും മൊത്തം ഈ ഫ്ലെഷിനെ ഡിപ്പെൻഡ് ചെയ്ത് മോഷ്ടിക്കപ്പെട്ട്, അറക്കപ്പെട്ട്, മുടിക്കപ്പെടാനാണ് നമ്മുടെ സംഭവം എങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. വെറുതെ ഇരുന്നും കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈഫ് മോഷ്ടിക്കപ്പെട്ട്, അറക്കപ്പെട്ട്, മുടിക്കപ്പെട്ട് നശിച്ചു പോയിക്കോളും. നഷ്ടവും ആഹ് അതേപോലത്തെ കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ. ഒന്ന് വെറുതെ അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന അതാ. ഇനി അതല്ല, നമ്മുടെ ലൈഫ് ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് ആയിത്തീരണം. നമ്മുടെ ലൈഫിൽ ദൈവത്തിന്റെ കിങ്ഡം പ്രിൻസിപ്പിൾ വർക്കൗട്ട് ആവണം. നമ്മുടെ ലൈഫിൽ ദൈവത്തിന്റെ ഇഷ്ടം നടപ്പാവണം. അതിന് ദൈവത്തിന്റെ സഹായം വേണം. അത് ദൈവത്തിന്റെ ഹിതമായി തീരണം. എനിക്കുള്ള അനുഗ്രഹം എനിക്ക് കിട്ടിയേ തീരൂ. എൻ്റെ വാഗ്ദത്തങ്ങൾ എനിക്ക് കിട്ടിയേ പറ്റൂ. നന്മ കിട്ടിയേ പറ്റൂ. ആ സമൃദ്ധിയായ ജീവൻ കിട്ടിയേ പറ്റൂ. ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയേ പറ്റുമെങ്കിൽ നമ്മൾ ശരിക്കും യേശുവിനെ ശരിക്കും നമ്മുടെ ലൈഫിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ഈ ഒഴുക്ക് അതായത് ദൈവത്തിനോട് മേടിച്ച് നമ്മളിലൂടെ ഈ പറഞ്ഞ മേഖലകളിലോട്ട് ഒഴുകണം. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്ന സംഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് പരിശുദ്ധാത്മാവ് ഒഴുക്കി ആ ഭാഗത്തോട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടത്തെ ബലവാന യേശുവിന്റെ നാമത്തിൽ ചിലപ്പോൾ അതിനെ അഴിച്ചു മാറ്റി പുറത്താക്കി പിടിച്ചു കെട്ടി ചിലപ്പോൾ അതിനെ പിടിച്ചു കെട്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് ആ നന്മയെ കവർന്നെടുത്ത് അല്ലെങ്കിൽ അങ്ങനെ നമ്മളെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന തടസ്സങ്ങളെ പരിപൂർണ്ണമായി തച്ചുടച്ചിട്ട് ആ കാര്യങ്ങളെ നമ്മൾ സ്വായത്തമാക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ക്രിസ്ത്യൻ ലൈഫ്. ഈ ഇതാണ് അതായത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അത്ഭുതം കിട്ടും അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നൊന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. അതിനൊരു സിസ്റ്റം ഉണ്ട്. അതിനൊരു ട്രെയിനിങ് ഉണ്ട്. ഇപ്പൊ ഇഫ് യു ആർ നോട്ട് റെഡി ടു ലേൺ, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യം നമ്മളെ കൊണ്ട് ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ കൊണ്ടിട്ടിട്ടാണ് പഠിപ്പിക്കേണ്ടത്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഈവൻ എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഇതൊക്കെ പഠിക്കാനാകുന്ന അല്ലെങ്കിൽ പഠിച്ചേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിൽ ദൈവം എന്നെ കൊണ്ട് ആക്കിപ്പിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനൊരു അവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനത് പഠിക്കത്തില്ല. നിങ്ങളുടെ ലൈഫിൽ അതിനനുസരിച്ച് ഇത്രയും സമയം ഈ രാവിലെ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താലും നഷ്ടമില്ല. അല്ലെങ്കിൽ അത് സ്പെൻഡ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലാക്കിയിട്ടാണ് ദൈവം ഇത് പഠിപ്പിക്കണത്. നമുക്ക് ഇഷ്ടംപോലെ പൈസ, ഇഷ്ടംപോലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടോ ഒന്നും ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ എന്ത് പറയും? നമ്മൾ എക്സ്ക്യൂസ് പറയും. പക്ഷേ ദൈവം ചില കാര്യങ്ങൾ അപ്പൊ ഭൗതികമായിട്ട് എക്സ്ക്യൂസ് പറയുന്ന ആൾക്കാരുണ്ട്. ഭൗതികമായിട്ട് അവർക്കൊരു പ്രശ്നമില്ല. അപ്പൊ അവര് നിശ്ചയമായും വഴുവഴുപ്പിലാണ് നിൽക്കണെ. അവര് നശിച്ചു പോവുള്ളൂ. ഐ മീൻ കാരണം ഇത് ദൈവികമായ സിസ്റ്റം എന്ന് പറയാൻ നമ്മൾ ത്രൂ ഔട്ട് ബൈബിളിൽ ആരെ വെച്ച് നോക്കിയാലും ദൈവത്തിന്റെ സിസ്റ്റം എല്ലാവരെയും ഒന്നും സ്വർഗ്ഗത്തിലൊന്നും കൊണ്ടുപോയിട്ടില്ല. ജയിക്കുന്നവനാ പാടാത്ത കീഴ്. നമ്മൾ ഈ പറയുന്ന സിസ്റ്റം യേശുവിനെ വിശ്വസിക്കുന്ന സിസ്റ്റം. യേശു പറയുന്നത് നമ്മൾ കേൾക്കുന്ന സിസ്റ്റം
ആണ് ശരിക്കും വിശ്വാസ ജീവിതം. അതായത് നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? നമ്മുടെ ഈ പറഞ്ഞ തലയിൽ തോന്നുന്ന സാധനം ഇംപ്ലിമെന്റ് ചെയ്യുന്ന വിശ്വാസ ജീവിതമൊന്നുമല്ല. അത് സാധാരണ ഇവിടുത്തെ ബാക്കി എല്ലാ ജാതിക്കാരും എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ തലയിൽ തോന്നുന്ന കാര്യം മാറ്റി വെച്ചിട്ട് അതിനെ അതിനെ പിടിച്ചു കെട്ടിട്ട് അതിനെ ശാസിച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നത് ചെയ്യുന്ന, നടക്കുന്ന, അതനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നതാണ് വിശ്വാസ ജീവിതം. അതാണ് ശരിക്കും ആത്മാവിന്റെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു സിസ്റ്റം. മറ്റേത് ജഡത്തിന്റെ, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അനുസരിച്ച് വരുന്ന ഒരു സിസ്റ്റം. അപ്പൊ ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മളെപ്പോഴും പഠിക്കേണ്ട കാര്യമാണ്. ഇന്നലെ മറ്റേ ഈ അങ്കിൾ സാജു ഇവിടുത്തെ ചർച്ചില് പുള്ളി പറഞ്ഞൊരു വാക്യം റോമാലേഖനത്തില് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വാക്യാണ്. 1:21. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഫോർ ഈവൻ ദോ ദേ ന്യൂ ഗോഡ്. ഇത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. യേശുവിനെ എല്ലാവർക്കും അറിയാം. നമുക്കും അറിയാം, സാത്താനും അറിയാം, ഒക്കെ അറിയാം. ഇവർക്കും അറിയാം. പക്ഷേ നമ്മൾ തെറ്റിപ്പോകുന്ന രീതിയാണ് അവിടെ എഴുതിയത്. They did not honor him as God or give thanks. അപ്പം ദൈവം, യേശു നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും നമ്മൾ ദൈവത്തെ ഓണർ ചെയ്ത് ആദരിച്ചേ പറ്റൂ, വിളിച്ചു കയറ്റിയേ പറ്റൂ. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിലനുസരിച്ച് അവനെ കേട്ടേ പറ്റൂ. അവനെ കേൾക്കാതെ അവൻ ലൈഫിലുണ്ടെന്ന് പറയുന്നതൊക്കെ വെറുതെയാ. കാരണം അവൻ പറയുന്നത് കേട്ടാൽ മാത്രമേ വെളിച്ചാവുന്നുള്ളൂ. മാത്രമല്ല അവൻ ചെയ്ത കാര്യത്തിന് നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് തന്ന അവസ്ഥകളെക്കുറിച്ച് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ നിലവിലുള്ള നമ്മുടെ കുറവല്ല കാണേണ്ടത്. വെൻ വി സ്റ്റാർട്ട് ഗിവിങ് താങ്ക്സ് ടു വാട്ട് വി ഹാവ് ഓൾറെഡി, വാട്ട് ബെനിഫിറ്റ്സ് ആക്ച്വലി, വാട്ട് പ്രിവിലേജസ് ദാറ്റ് വി ആർ ഓൾറെഡി എൻജോയിങ്, നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് തുറന്ന് നമുക്കത് മനസ്സിലാവും. അതിന് നമ്മൾ താങ്ക്സ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ. അതാണ് ഈ ജിതിന് ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജിതിന് അതായത് സ്തോത്ര പ്രാർത്ഥന, അതായത് വി ആർ ഗിവിങ് താങ്ക്സ് ടു ഗോഡ്. അത് ഭയങ്കര പവർഫുൾ. ഇന്നലത്തെ അങ്കിൾ സാജുവിന്റെ മെസ്സേജ് മൊത്തം ആ താങ്ക്സ് ഗിവിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു മെസ്സേജായിരുന്നു. ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ താങ്ക്സ് ചെയ്യുമ്പോൾ ദൈവത്തിന് പിന്നെയും തരാൻ തോന്നും. കംപ്ലൈന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉള്ളതും കൂടെ എടുത്തുകൊണ്ട് പോകും. അതായത് അത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ പറ്റും. ഇസ്രായേൽ മക്കള് കംപ്ലൈന്റ് ചെയ്തിട്ടാണ് ഓരോ അതായത് പിറുപിറുപ്പ്. അപ്പൊ അവരിൽ ആരും ദൈവം പ്രസാദിച്ചില്ല. അതായത് ഇവർ ഓർക്കുന്നില്ല ദൈവം ഒരു ദിവസം മന്ന അങ്ങ് നിർത്തിയ, അതായത് ദൈവം ഒരു പ്രത്യേക പ്രൊവിഷനനുസരിച്ച് ആ മന്ന കൊടുക്കണേ. അപ്പൊ ഇവർക്ക് അതിനെക്കുറിച്ചൊരു ബോധമില്ല. അതായത് ഇവർ ഈ പിറുവിറുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദൈവത്തെ നിന്ദിക്കാൻ വേണ്ടി ദൈവത്തിനെതിരായിട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ പ്രാപ്തമാക്കുന്ന ആഹാരം സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുക്കുന്ന ആഹാരമാണ്. അതങ്ങ് നിന്നു പോയാൽ എന്താണെന്നുള്ളൊരു ബോധം അവർക്കില്ല. അത് ദൈവം ഒരു പ്രത്യേകമായ ദൈവത്തിന്റെ കരുണ കൊണ്ട് അത് ഡീഫാൾട്ടായിട്ട് കൊടുത്തേക്കുക. പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെ പല കാര്യങ്ങളും. നമുക്ക് ഇപ്പോൾ ഉള്ള അവസ്ഥ പോലും അങ്ങ് എടുത്തു കളഞ്ഞാൽ എന്തായാലും നമ്മൾ ഓർക്കുന്നില്ല. ദൈവം നമ്മളെ ഈ വചനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ ഹിതത്തിലോട്ട് നമ്മളെ ആക്കി മാറ്റാനും ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ ദൈവത്തിന് വല്ല നേർച്ചയുണ്ടോ? അല്ലെങ്കിൽ ദൈവത്തിന് അടുത്ത ആളെ പിടിച്ചാൽ പോരാണ്. പക്ഷെ ദൈവത്തിന്റെ ഭയങ്കര കരുണ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിപ്പിച്ച് നമ്മളിലൂടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുകയും ദൈവം അതനുസരിച്ച് നമ്മൾ ട്രെയിൻ ചെയ്യുകയും ചെയ്യുന്നത്.
അപ്പൊ നമുക്ക് ഇത് പലപ്പോഴും ഇപ്പൊ എന്റെ കേസ് ഞാൻ പറയാലോ. എനിക്ക് പല കാര്യങ്ങളും അറിയില്ലാത്തത് കൊണ്ടാണ് ഇത്രയും എന്റെ ജീവിതത്തിൽ ഡിലേ വരികയും, പല കാര്യങ്ങളും വരികയും ചെയ്തത്. നഷ്ടങ്ങൾ വരികയും ചെയ്തു. വചനം അറിയില്ലാത്തോണ്ടാ. അതായത് ഇത്രയും വചനം പഠിക്കുകയും, പഠിപ്പിക്കുകയും ചെയ്യുന്ന എനിക്ക് ഞാനാ പറയണെ, എന്റെ ലൈഫിൽ വന്ന ഡിലേയ്ക്കും, നഷ്ടങ്ങൾക്കും മെയിനായിട്ട് കാരണം എനിക്ക് വചനം അറിയില്ലാത്തോണ്ടാ. ദൈവത്തിന്റെ ആ സിസ്റ്റത്തിൽ നടക്കാത്തോണ്ടാ. അപ്പൊ നമ്മൾ ദൈവത്തെ ശരിക്കും ഒരു സ്റ്റുഡന്റിനെ പോലെ ദൈവത്തെ നമ്മൾ വിളിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുത്തി, അങ്ങനെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഈ റോമാലേഖനത്തിൽ എഴുതിയേക്കുന്ന സാധനം സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ അതിനകത്ത് കാര്യം എഴുതിയിട്ടുണ്ട്. ദൈവത്തെ നമ്മൾ ഓണർ ചെയ്യണം. മനഃപൂർവ്വം ഓണർ ചെയ്യണം. മനഃപൂർവ്വം താങ്ക്സ് കൊടുക്കണം. ഇനി അത് ചെയ്തില്ലെങ്കിൽ എന്താ എഴുതാം? ബട്ട് ദേ ബിക്കേം ഫ്യൂട്ടിൽ ഇൻ ദെയർ സ്പെക്കുലേഷൻ ആൻഡ് ദെയർ ഫൂളിഷ് ഹാർട്ട് വാസ് ഡാർക്കൻഡ്. ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ മിക്കവാറും സംഭവിക്കുന്നത്. അതായത് നമ്മുടെ സ്പെക്കുലേഷൻ അനുസരിച്ച്, നമ്മുടെ ഈ പറഞ്ഞ മായാവിചാരങ്ങള്, നിരൂപണങ്ങളനുസരിച്ച് ഇങ്ങനെ ജീവിക്കുക. എന്നിട്ട് ഹൃദയം പിന്നെയും പിന്നെയും ഇരുണ്ടു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിനൊരു ഓപ്പോസിറ്റ് സംഭവിക്കണേ ഓട്ടോമാറ്റിക് സംഭവിക്കില്ല. അവിടെയാണ് തെറ്റണത്. ഈ ഹൃദയം ഇരുളുകയും നമ്മുടെ സ്പെക്കുലേഷനിൽ നമ്മുടെ ലൈഫും ആയുസ്സും ഇങ്ങനെ പോവുകയും ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. നമ്മുടെ ഹൃദയം പിന്നെ ഇരുണ്ടുകൊണ്ടിരിക്കും. സാധാരണഗതിയിലുള്ള ആവറേജ് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ആവറേജ് ആവറേജ് ഈവൻ വിശ്വാസികൾ ഈ പറഞ്ഞ ആത്മാവിന്റെ ഒരു ശക്തിയിൽ പുതുക്കപ്പെടാതെ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നിറവിൽ മുന്നോട്ട് നീങ്ങാത്ത വ്യക്തികൾ, അവരുടെ ലൈഫ് നോക്കിയാൽ കാണാം, അവര് പണ്ടുണ്ടായതിനേക്കാളും കൂടുതൽ മൂർഖന്മാരും കൂടുതൽ വിഷമായിരിക്കും ഇപ്പോ. ഞാൻ പറഞ്ഞ വിശ്വാസികളുടെ കാര്യം. ഇഫ് ദേ ആർ നോട്ട് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. എൻ്റെ മമ്മിയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കത് മനസ്സിലായി. ഇന്ന് ഞാൻ രാവിലെ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. മമ്മി ചില ദിവസം എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചു പറയും, മമ്മി ഉള്ള സമയത്ത്, "എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചോളണം" എന്ന് മമ്മി എന്നെ വിളിച്ചു പറയും. മമ്മി പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ലാന്ന് പറയണെന്ന് വെച്ചാൽ, നമ്മൾ ചിന്തിക്കരുത് മമ്മി പ്രാർത്ഥിച്ചില്ലാന്നല്ല അതിൻ്റെ അർത്ഥം. മിക്കവാറും മമ്മി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവിന്റെ ശക്തി മമ്മിയിൽ വന്നിട്ട്, മമ്മി രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. രാത്രി 1 മണിക്കൂർ പ്രാർത്ഥിക്കും. രാവിലെ 4 മുതൽ 5 വരെ പ്രാർത്ഥിക്കും. രാത്രിയും പ്രാർത്ഥിക്കുകയും ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. പിന്നെ ഇൻ ബിറ്റ്വീനില് മമ്മി 5 നേരം വരെയൊക്കെ പ്രാർത്ഥിക്കുന്ന പപ്പമാരാണ്. അപ്പൊ രാവിലത്തെയും രാത്രിയിലത്തെ പ്രാർത്ഥനയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കുഞ്ഞതായിരിക്കും. മമ്മി പ്രാർത്ഥിച്ചില്ല എന്ന് പറയണത് 1 മണിക്കൂർ സമയം ചെലവഴിച്ചില്ലാന്നല്ല. ചില ദിവസങ്ങളില് പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ അന്ധകാര ശക്തി ചിലപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര പോരാട്ടം ഫീൽ ചെയ്യും. അപ്പൊ പരിശുദ്ധാത്മാവ് മമ്മിയിൽ വന്ന് ശക്തിയോടെ, അന്യഭാഷയോടെ, അഭിഷേകത്തോടെ മമ്മിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതായത് മമ്മിക്ക് അറിയാം മമ്മി ജയം എടുത്തിട്ടുണ്ടോ ആ ഒരു ഫീൽഡില്. അതെനിക്ക് ഇന്ന് ദൈവം ഈ സെയിം, അതായത് വെൻ ഐ ഓൾസോ ഫെൽറ്റ് ദ സെയിം തിങ് ടുഡേ. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് അതായത് നമ്മളിപ്പോ ഉറങ്ങുമ്പോൾ നമ്മുടെ ഉറക്കത്തിലൊക്കെ അന്ധകാര ശക്തി പ്രവർത്തിക്കും. ഉറക്കത്തില് നമുക്ക് അനുഗ്രഹവും കിട്ടും. ഉറക്കത്തില് സാത്താനും പ്രവർത്തിക്കും. ഈ ശലോമോൻ ഏറ്റവും വലിയ ജ്ഞാനിയായത് ഉറക്കത്തിലാ ദൈവം പ്രത്യക്ഷമായത്. ഈ അബ്രഹാം ഒരു വലിയ ഗാഢനിദ്ര വരുത്തിയപ്പോഴാണ് അബ്രഹാമിന്റെ സന്തതി 400 വർഷം പ പരദേശിയായി പാർക്കും എന്നൊക്കെയുള്ള ആ ഒരു സാധനം വന്നത്. അപ്പൊ നമ്മൾ ഉറക്കമൊന്നും അത് വെറുതല്ല. അപ്പൊ ആ ഉറക്കത്തിലെയും കവർ ചെയ്യുന്ന, അതായത് നമ്മൾക്ക് ഭയങ്കരമായ അഭിഷേകം വേണം. നമുക്ക് ഭയങ്കരമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് കൂടിയേ തീരൂ. അപ്പോ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. എൻ്റെ മാതാവ് ഈ
ശരിക്കും അന്ധകാര ശക്തിയെ നിലംപരിശാക്കി. അതായത് നമ്മളിപ്പോ ഇതൊക്കെ എന്നെ ഇന്ന് അത് എനിക്ക് ഇന്ന് അത് ശരിക്കും പ്രകാശിക്കാൻ കിട്ടണം. മമ്മി അത് പറയണതിന്റെ അർത്ഥം പോലും എനിക്ക് ശരിക്കും ഇന്നാ മനസ്സിലാവുന്നത്. അതായത് ഇന്ന് ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ശരിക്കും അങ്ങട് പ്രാർത്ഥിക്കാൻ പറ്റാതെ ഞാനിങ്ങനെ 5:45 കണ്ട് എഴുന്നേറ്റ്. 6 മുതൽ 6:45 വരെ പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു ജയത്തിന്റെ ഒരു സാധനം വന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് ദൈവം പറയണേ, അത് ഞാനപ്പോ ജയമെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണെ. ജയമെടുക്കാൻ അന്ധകാര ശക്തി ശാസിക്കുകയും പിടിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴാണ് ദൈവം പറയണേ, "യു ഫസ്റ്റ്." അതല്ല എൻ്റെ രീതി. ശരിയാണ് പ്രശ്നമുണ്ടെന്നറിയാം. പക്ഷെ അത് നിനക്ക് അത് ശക്തി ഗെയിൻ ചെയ്യണമെന്നൊക്കെ അറിയാം. പക്ഷെ എപ്പോഴും ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യാ, ഇപ്പൊ അങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ. അത് യേശുവിന് അറിയാം. അപ്പൊ നമ്മൾ യേശുവിനെ വിളിച്ചു വരുത്തുക അതിനെ. എന്നിട്ട് യേശുവിനോട് എന്താ പ്രശ്നം? ഐ വാണ്ട് അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കാൻ. അതിനെന്തോരം എന്ത് കാര്യം ചെയ്യണോ, എങ്ങനെ ചെയ്യണോ, അത് നീ അത് ചെയ്തു തന്നേ പറ്റൂ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോളാണ്, അതായത് നമ്മളല്ലാതെ പിടിക്കുകയോ ശാസിക്കുകയോ അത് എനിക്ക് ശക്തി കിട്ടണം. ഇപ്പൊ ഞാൻ പറയാ അല്ലെങ്കിൽ ജയം വേണം, അന്ധകാര ശക്തി മാറണം. അപ്പോഴൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യണേ? നമ്മളൊരു ഫ്രെയിം വർക്കിലോട്ട് വരിക. ആ ഫ്രെയിം വർക്കും നമുക്ക് പ്രശ്നത്തിലിരിക്കുമ്പോൾ തന്നെ യേശുവിനെ വിളിച്ചു വരുത്തി, "യേശുവേ, യു ഡിസൈഡ് ഞാൻ എന്ത് ചെയ്യണം? യു നോ എന്താ ചെയ്യേണ്ടത്." മാത്രമല്ല എൻ്റെ ലൈഫ്, എൻ്റെ ആക്ടിവിറ്റീസ്, കാര്യങ്ങളൊക്കെ അങ്ങയുടെ ഇഷ്ടമായിരിക്കണം. അങ്ങയുടെ നാമം മഹത്വപ്പെടണം. അങ്ങയുടെ രാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളായിരിക്കണം. അതിന് എന്തോരം എനിക്ക് പവർ വേണം. അങ്ങനെ യേശു തന്നെ നമ്മളോട് തിരിച്ച് സംസാരിക്കും. ആത്മാവ് തിരിച്ച് സംസാരിക്കും. എന്നിട്ട് ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. അല്ലെങ്കിൽ ഇന്ന സാധനം ശാസിക്കാൻ പറയും. ഈ കൂടുതൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഇതാണ്. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളിൽ നിന്ന് അഭിഷേകം, ആ ശക്തി ഈ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലോട്ടൊക്കെ ഒഴുകണം. അപ്പൊ അത്രയും നമ്മളൊരു ചാനലായി തീരണം. അത്രയും പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന മണ്ഡലങ്ങളിൽ, മേഖലകളിലോട്ടൊക്കെ നമ്മൾ ഒഴുക്കി വിടണം. അത് പരിശുദ്ധാത്മാവ് അത് ചെയ്യും. അങ്ങനെ തന്നെ ആ കാര്യം ഇപ്പൊ ദൈവം പറയും, ഇന്ന കാര്യത്തെക്കുറിച്ച് ഇന്ന കാര്യത്തെക്കുറിച്ച് ഇന്ന കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ അതിൽ കൂടെ ആത്മാവ് ഒഴുകണം. ആ സമയത്ത് ചിലപ്പോൾ അതിനകത്ത് തടസ്സങ്ങൾ നമുക്ക് വെളിപ്പെടും. അന്ധകാര ശക്തികളെ തടസ്സങ്ങൾ മാറ്റുക. അന്ധകാര ശക്തികളെ അതിനെ ചിലപ്പോൾ അഴിച്ചു മാറ്റുക, പുറത്താക്കുക, ബന്ധിക്കുക, അതിന് അടുത്ത് വരാതിരിക്കുക, ദൈവത്തിന്റെ ഫേവറിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവം ഈ കാര്യം ചെയ്തു തന്നേ പറ്റൂ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം പ്രാർത്ഥനാ മണ്ഡലങ്ങളില് നമ്മൾ ഈ പറഞ്ഞ മേഖലകളിലോട്ടൊക്കെ നമ്മൾ ഒന്ന് സഞ്ചരിക്കും പ്രാർത്ഥനയില്. അവിടെ മൊത്തം ദൂതന്മാരിറക്കി, ദൈവത്തിന്റെ ഫേവർ ഇറക്കി. എന്നിട്ട് ദൈവം ഓരോ കാര്യം ഇന്നത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു നൽകി. അങ്ങനെ ഇരിക്കുന്ന സംഭവമാണ് ശരിക്കും പറഞ്ഞാ വെട്ടിപ്പിടുത്തം, യുദ്ധതന്ത്രം. നമുക്ക് പോരാട്ടം ഉണ്ടെന്നല്ലേ പൗലോസ് പഠിപ്പിച്ചത്. അപ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതിയും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ എന്നൊക്കെ പറഞ്ഞിട്ട് എഫെസ്യ ലേഖനത്തിൽ കാണുന്നില്ലേ. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഞാനിപ്പോ പറഞ്ഞ കാര്യം ഭൗതിക മണ്ഡലത്തില് ഇപ്പൊ ഏതെങ്കിലും ഒരു രാജ്യം യുദ്ധം ചെയ്യാൻ പോവാന്ന് വെച്ചോ. യുദ്ധം വേണ്ടാന്ന്. നമ്മളൊരു പരീക്ഷ എഴുതാന്ന് വെച്ചോ. അല്ലെങ്കിൽ നമ്മളൊരു ഫുട്ബോൾ ഗെയിം അല്ലെങ്കിൽ ഫുട്ബോള് ഏതെങ്കിലും ഒരു ടീമായിട്ട് ചെയ്യാൻ പറ്റും. ക്രിക്കറ്റ് കളിക്കാന്ന് വെച്ചു. ചെസ് കളിക്കാന്ന് വെച്ചു. ഇവനൊരു പ്രൊഫഷണൽ ആണെങ്കിൽ ഇവൻ പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ കളിയില് അവന്റെ അന്നത്തെ ഒപ്പോണന്റ് ആരാണ്? ആ ഒപ്പോണന്റ് ഓരോരുത്തരുടെയും ക്യാരക്ടർ എന്താണ്? അവൻ എങ്ങനെയാണ് കളിക്കാൻ പോണെ? ആ കളീനെ ടാക്കിൾ ചെയ്യണമെങ്കിൽ, അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെ ശ്രദ്ധിക്കണം? എന്ത് ചെയ്യണം? എന്നൊക്കെ മാനുഷികമായിട്ട് നമ്മൾ ഭൗതിക മണ്ഡലത്തിൽ നമ്മൾ, അല്ലെങ്കിൽ ശത്രുരാജ്യമാണെങ്കിൽ ആ ശത്രുരാജ്യത്തെ എങ്ങനെ തോൽപ്പിക്കണം? എന്താണ് അതിനകത്ത് സ്ട്രാറ്റജി എടുക്കണം എന്നൊക്കെ ഹോംവർക്ക് ചെയ്യാറുണ്ട്. ദൈവം നമ്മളെ ഓർപ്പിക്കുന്നത്
നമ്മൾ ഈ ഹോംവർക്ക്, ഈ ആക്ടിവിറ്റീസ് സ്പിരിച്വൽ മണ്ഡലത്തിൽ ചെയ്യണം. അതല്ലാതെ നമ്മുടെ കയ്യിലോട്ട് ഓടി വന്ന് സാധനം കേറുമെന്നൊന്നും ചിന്തിക്കരുത്. ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് വാർ ആണ്. നമ്മളിത് ചെയ്തില്ലെങ്കിൽ സാത്താൻ നമുക്കെതിരായിട്ട് ഇങ്ങനെയാ ചെയ്യണേ. അപ്പം നമ്മൾ അത്ര ബോധമുള്ളവരായിരിക്കണം. നമ്മുടെ ലൈഫ് ചുമ്മാ ഇങ്ങനെ, അതായത് ദൈവം ഇങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ദൈവം അത് തരും, അങ്ങനല്ല. പ്രാർത്ഥന പോലും അല്ല. നമ്മൾ വെൻ വി പ്രേ ഫർദർ, അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ആ ശലോമോൻ്റെ ആ ഒരു വേ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ തിങ്സ്, അതിനകത്ത് ഇൻസ്ട്രക്ഷൻ, ടീച്ചിങ്, ഗൈഡൻസ് ഒക്കെ കിട്ടും. അതിനുശേഷം ദൈവം അത് എന്താ ചെയ്യണേന്ന് ചോദിക്കും. അതിനുശേഷം ഈ പറഞ്ഞ ഫുൾ ടൈം അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ആ ഇംപ്ലിമെന്റ് ചെയ്യണ സമയത്തൊക്കെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അത് വളരെ ബുദ്ധിയോടെ, വളരെ ദൈവത്തിന്റെ അഭിഷേകത്തിൽ ആണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പം നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതല്ലാതെ വെറുതെ നമ്മുടെ സമയം കളയുന്ന, വെറുതെ റീൽസ് കാണുക, അല്ലെങ്കിൽ ഫുളിഷ് എന്ന് മാത്രമല്ല, ഒരു മരണത്തിലോട് സഞ്ചരിക്കുകയാണ്. ഒന്നുകിൽ ജയിക്കാൻ വേണ്ടി പോരാടുക, അല്ലെങ്കിൽ വെറുതെ തോക്കുമെന്ന് മനസ്സിലാക്കുക. അതായത് പലർക്കും ഈ തോക്കൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണല്ലോ അവരങ്ങനെ ചെയ്യണം. പലർക്കും അറിയത്തില്ല. അവർക്ക് അതിനെക്കുറിച്ച്, അത് വചനത്തിന്റെ പ്രകാശം കിട്ടിയവർക്ക് മാത്രമേ. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനകത്തൊരു സെൻസ് ഉള്ള കാര്യമാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ പറഞ്ഞ ഒരു ഗെയിം ആണെങ്കിൽ പോലും, ഒരു പരീക്ഷ ടാക്കിൾ ചെയ്യാനാണെങ്കിൽ പോലും ഒക്കെ നമ്മൾ ഭയങ്കര പ്രിപ്പയർ ചെയ്ത് പഠിച്ച് അറ്റാക്ക് ചെയ്യും. സർവശക്തനാകുന്ന ദൈവം ഡാർക്ക്നെസ്സിൽ കിടക്കുന്ന, അത് ലോകത്തെ ഉണ്ടാക്കിയപ്പോൾ മുതലേ, അന്ന് മുതലേ ആ ഇരുളിനെ ചുറ്റാടയാക്കി, ആഴത്തിന്മേൽ ഇരുള് വ്യാപരിച്ച് അന്ന് മുതൽ കിടക്കുന്ന അന്ധകാരം ഭൂമിയെ കൂരിട്ട് ജാതികളെ മൂടിയിരിക്കുന്ന അതിൽ നിന്ന് വേണം നമ്മൾ നമ്മളുടെ നന്മ കണ്ടെത്താൻ. അതിനെ തോൽപ്പിച്ചിട്ട് അതിനകത്ത് ലൈറ്റായി തീർന്നിട്ട്, അവിടെ എഴുതിയേക്കണത് നമ്മൾ ലൈറ്റ് ആയാൽ മതി. ആ ലൈറ്റ് ആകാൻ വേണ്ടിയുള്ള ആത്മാവും ആ ദൈവത്തിന്റെ ആശയവും ദൈവം നമ്മളോട് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ജാതികളൊക്കെ നമ്മുടെ അടുത്തോട്ട് വരും. ജസ്റ്റ് ലൈറ്റ് ആവുക മാത്രമല്ല, നല്ല ബലം വേണം. ഈ ബലവാനെ പിടിച്ചു കെട്ടിയിട്ട് വേണം അതിനെ കൊള്ള പങ്കിടാൻ. അങ്ങനെയല്ല നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു ലൂക്കോസിന്റെ. ഇപ്പൊ ബലവാനെ പിടിച്ചു കെട്ടിയിട്ട് വേണം ഇതൊക്കെ കൊള്ളയെടുത്തോണ്ട് വരാൻ. അപ്പൊ നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വളരെ റെസ്പോൺസിബിൾ ലൈഫ് ആണെന്നുള്ളൊരു ബോധം വേണം ആദ്യം തന്നെ. അല്ലാതെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നാൾ ഒന്നും സംഭവിക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. എനിക്കും അറിയില്ലായിരുന്നു പലതും. ദൈവം ഓരോ ദിവസങ്ങൾ പഠിപ്പിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ അറിയും, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യമായതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെയും അത് പഠിപ്പിക്കുന്നത്. കാരണം നമ്മളെ ഏൽപ്പിച്ച നമ്മുടെ ഇൻവോൾവ്മെന്റ്, നമ്മുടെ ആ കാര്യങ്ങളൊക്കെ പക്ക സ്പിരിച്വൽ ദൈവത്തിന്റെ ഐഡിയ ആണ്. ദൈവം തന്ന ഐഡിയ ആണ്. അപ്പോൾ ആ ഐഡിയനെ ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റൂ. അത് ചെയ്യണ രീതി എങ്ങനെയാ? ദൈവത്തെ വിളിച്ചു വരുത്തി, ദൈവത്തിന്റെ ശക്തി പ്രാപിച്ച്, ദൈവത്തിന്റെ ആലോചനയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് തടസ്സമായി നിൽക്കുന്നതിനൊക്കെ തകർത്ത് മാറ്റുക. അന്ധകാര ശക്തികളെ തകർത്ത് മാറ്റുക. നമ്മൾ വളരെ അലർട്ടായിട്ടിരിക്കുക. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഫുൾ ടൈം ആത്മാവിലായിരിക്കണം നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യണം. അങ്ങനെ നമ്മൾ ആ ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്കൊരു സന്തോഷം വരുന്നത്. അങ്ങനെ ആത്മാവിൽ തന്നെ നമ്മൾ നിറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്കാണ് സന്തോഷം. അതല്ല, കുറച്ച് മുമ്പേ ആ റോമാലേഖനത്തിലൊക്കെ വായിച്ചിരിക്കുന്നത് പോലെ ദൈവമെന്ന് അറിഞ്ഞിട്ടും അവനെ ഓണർ ചെയ്യാതെ, താങ്ക്സ് കൊടുക്കാതെ, സ്വന്തം ചിന്തകൾ സ്പെക്കുലേഷനിൽ വെച്ചിട്ട് പിന്നെയും ഇരുട്ടിലോട്ടായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന അവസ്ഥ ആൾക്കാർക്കൊന്നും ഒരു സന്തോഷമില്ല. അവർ ഈ പറഞ്ഞ ഈ ലോകത്തിലെ ആൾക്കാരെക്കാളും കഷ്ടമായിരിക്കും. അതായത് ലോകത്തിലെ ആൾക്കാരെ സംബന്ധിച്ച് അതൊരു ലോകത്തിലാണ്. സാത്താൻ അത്ര ബോധേഡ് അല്ല, അവരെ പിടിച്ച് പക്ഷേ ഒരു വിശ്വാസി അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനായിട്ട് വിളിക്കപ്പെട്ട, ദൈവത്തിന്റെ
കോളിംഗ് ഉള്ള വ്യക്തിനെ മാക്സിമം നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ അവനെ കൂടുതൽ വേഴ്സാക്കാൻ നോക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുമ്പ് അങ്ങനെ പറഞ്ഞത്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യര്, സാധാ മനുഷ്യർ, വിശ്വാസിയല്ലാത്ത ഏഹ്, ഹൈന്ദവരായിട്ടും മുസ്ലിമായിട്ടും ഒക്കെയുള്ള ആൾക്കാര്. ഈ ചില ആൾക്കാരൊക്കെ കുറച്ചൊക്കെ ഒരു മോഡറേറ്റ്, ഐ മീൻ അത്യാവശ്യം നല്ല മനുഷ്യരുണ്ടാവും. നല്ല മനുഷ്യർ. പക്ഷെ അവര് അവരുടെ മതങ്ങളിലും കാര്യങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യും. അപ്പൊ ഇവരൊക്കെ ചിലപ്പോ ഒരു പക്ഷേ ഈ ചെറുപ്പത്തിലൊക്കെ തരികിടയൊക്കെ ആണെങ്കിലും കുറച്ച് പ്രായമാകുമ്പോ കുറച്ച് പക്വതയും കുറച്ച് മെച്യൂരിറ്റിയും കാണിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വിശ്വാസികളെ എടുക്കാം. ഈ ഇവൻ പ്രത്യേകിച്ച് അഭിഷേകം പ്രാപിക്കാത്ത അല്ലെങ്കിൽ അഭിഷേകത്തിൽ നിൽക്കാത്ത ഒരു പേരിനുള്ള വിശ്വാസിയാണെങ്കിൽ ഇവൻ ചെറുപ്പത്തിലുള്ളതിനേക്കാളും വേഴ്സായിരിക്കും ഇവൻ വലുതാകുമ്പോൾ. 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും വേഴ്സായിരിക്കും. മെച്യൂരിറ്റിക്ക് പകരം ഇവന്റെ സ്വഭാവം തന്നെ ഞാൻ പറഞ്ഞത് എല്ലാവരും അല്ല, അഭിഷേകം പ്രാപിക്കാത്ത അല്ലെങ്കിൽ ആത്മാവിന്റെ പുതുക്കത്തിൽ നടക്കാത്തവരെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഇതാണ് ആ വാക്യമൊക്കെ അതിനകത്ത് അപ്ലിക്കബിൾ ആവും. കാരണം വെച്ചാൽ അവൻ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വം കൊടുക്കുന്നില്ല, താങ്ക്സ് കൊടുക്കുന്നില്ല. പകരം ഈ സ്വന്തം ചിന്തയിൽ ഹൃദയം കൂടുതൽ ഇരുട്ടായി നമ്മൾ വളരും തോറും, വിശ്വാസ ജീവിതത്തിൽ വളരും തോറും നമ്മൾ പുതുക്കം പ്രാപിച്ചും നമ്മൾ പ്രകാശിച്ചും ദൈവത്തിന്റെ പദ്ധതിയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് നടക്കണമെങ്കിൽ ദൈവത്തെ വിളിച്ചു വരുത്തണം, ശരിക്കും കേൾക്കണം. ആത്മാവിന്റെ അഭിഷേകത്താൽ എന്നും നമ്മൾ ആത്മാവിന്റെ നിറവിൽ തന്നെ, നിറവൊന്നും പോരാ. അതാണ് ഞാൻ പറയുന്നത്, നിറവ് പോരാ. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞേ, ആ നമ്മുടെ ഉള്ളിൽ നിന്ന് നദി പുറപ്പെട്ടിട്ട് നമ്മളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലോട്ടും ആൾക്കാരിലോട്ടും ആ മേഖലകളിലോട്ടും നദി ഒഴുകാൻ പോകുന്ന അത്രയും ആത്മാവ് നമ്മളിൽ ഓരോ ദിവസവും ഫ്ലോ ചെയ്യണം. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നത്. ഇപ്പൊ ഞാനിവിടെ പോകുന്ന ഈ പുതിയ ചർച്ചിൽ, അങ്കിത് സാജുവാന്റെ ചർച്ചില് ആയിരക്കണക്കിന് ആൾക്കാരാ വരണേ. ഇന്ത്യ ഒട്ടുക്കും, അതും വേറെ പല മറ്റേ ഗൾഫിലും അവിടെ ഇവിടെ വിദേശങ്ങളിലൊക്കെ സെയിം ടൈമിൽ തന്നെ ചർച്ചിൽ സ്ക്രീനിൽ അത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടാതെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഓൺലൈനിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ സർവീസിൽ അത്രയും ആൾക്കാരെ പിടിച്ചിരുത്തുന്ന, അത്രയും ആൾക്കാർക്ക് വിടുതൽ കൊടുക്കുന്ന, അത്രയും ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിനകത്ത് സൗഖ്യങ്ങൾ നടക്കുന്ന, അത്ഭുതങ്ങൾ നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഇദ്ദേഹത്തിലൂടെ ഒഴുകുന്ന ആ ആത്മാവിന്റെ ശക്തി എന്താണെന്ന്, പ്രിയ ദൈവമക്കളെ, വി മസ്റ്റ് ബി എ ഗുഡ് ചാനൽ. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് തിരുവെഴുത്ത് പറയുന്നത് പോലെ അവന്റെ ഉള്ളിൽ നിന്ന് ആ ജീവജലത്തിന്റെ നദി പുറപ്പെടും. വി നീഡ് ദാറ്റ്. നമ്മൾ ചോദിക്കാതെ കിട്ടത്തില്ല. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ ദൈവം അത്രയും വേണമെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കേവലം നമ്മൾ നിറഞ്ഞിരിക്കുന്നത് കവിഞ്ഞ് അത് നമ്മളിൽ നിന്ന് ഒഴുകി ഈ പറഞ്ഞ മേഖലയിലോട്ട് ഒഴുകി തുടങ്ങും. എന്നിട്ട് വേണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ എന്താ സംഭവിച്ചത്? നമ്മൾ ഈ പറഞ്ഞ ശക്തിയില്ല, ഈ കാര്യത്തെക്കുറിച്ച് അറിയില്ല, പകരം സാത്താനൊക്കെ കെട്ടിയിട്ടേക്കുവായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല. ഇനി നമ്മൾ ശക്തി പ്രാപിച്ചിട്ട് ദൈവത്തെ കേട്ടിട്ട് അന്ധകാര മണ്ഡലങ്ങളെ തകർത്ത് വാരണം. അതിന് ഒരു ശകലം കാരണം സാത്താൻ നമ്മളോട് ഒരു ശകലം പോലും ദാക്ഷിണ്യം കാണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളും ഒരു ശകലം പോലും സാത്താനുമായിട്ട് കോംപ്രമൈസോ അല്ലെങ്കിൽ അന്ധകാര ശക്തികളെ നമുക്കൊരു ശകലം പോലും ഒരു സോഫ്റ്റ് കോർണറോ കാണിക്കാൻ പാടില്ല. ഒരു കാരണവശാലും സാത്താനുമായിട്ട് ഒരു കോംപ്രമൈസ് നമ്മൾ കാണിക്കാൻ പാടില്ല. സാത്താൻ കോംപ്രമൈസ് കാണിക്കുന്നു, സാത്താൻ ഒരിക്കലും കാണിക്കത്തില്ല.
കാണിക്കുന്നു തോന്നിപ്പിക്കും. പക്ഷെ എന്നിട്ട് അവൻ നമ്മൾ ചതിക്കും. ഇപ്പൊ ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒത്തിരി കേസുകളുണ്ടങ്ങനെ ഇവിടെ. ഞാൻ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാ പറയണെ. അപ്പം എനിവേ, വി നീഡ് ടു മൂവ് ഫോർവേഡ് ആസ് എ സക്സസ്ഫുൾ സോൾജേഴ്സ്, വിക്ടോറിയസ് പേഴ്സൺ. ഫോർ ദാറ്റ് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം ഇത് പ്രാക്ടിക്കലി ഞാൻ പറയാം. സോ ലെറ്റ് us pray.